Welcome to another video. Plus 2 Political Science, Politics in India Since Independence എന്ന ടെക്സ്റ്റിലെ ചാപ്റ്റർ 7 റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെൻറ്റ്സ് ജനകീയ പ്രസ്ഥാനങ്ങൾ അതിൻ്റെ പാർട്ട് 3 വീഡിയോ ആണിത്. എല്ലാ വീഡിയോകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വീഡിയോകൾ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. മീനിങ് ഓഫ് പോപ്പുലർ മൂവ്മെൻറ്റ്സ്, ജനകീയ പ്രസ്ഥാനങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ആൻഡ് ദെൻ ടൈപ്സ് ഓഫ് പോപ്പുലർ മൂവ്മെൻറ്റ്സ്. We have discussed various types of popular movements. വിവിധ ജനകീയ പ്രസ്ഥാനങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ അകത്ത് നോൺ പാർട്ടി മൂവ്മെൻറ്റ്സ്, പാർട്ടി ബേസ്ഡ് മൂവ്മെൻറ്റ്സ്, വോളണ്ടറി ഓർഗനൈസേഷൻസ്, നോൺ പാർട്ടി പൊളിറ്റിക്കൽ ഫോർമേഷൻസ്, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ അതിൻ്റെ അകത്ത് ചർച്ച ചെയ്തിരുന്നു. ആൻഡ് ദെൻ ചിപ്കോ മൂവ്മെൻറ്റ് മറ്റൊരു പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു പോപ്പുലർ മൂവ്മെൻറ്റാണ് ചിപ്കോ പ്രസ്ഥാനം. അതിൻ്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ആൻഡ് ദെൻ ദളിത് പാന്തേഴ്സ്, അല്ലെങ്കിൽ ദളിതർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനം, അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇൻ ദിസ് ചാപ്റ്റർ വി ഹാവ് ടു ഡിസ്കസ് മെനി പോപ്പുലർ മൂവ്മെൻറ്റ്സ്, ദ ആക്ടിവിറ്റീസ് ഓഫ് മെനി പോപ്പുലർ മൂവ്മെൻറ്റ്സ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് വിവിധ പോപ്പുലർ മൂവ്മെൻറ്റുകൾ അല്ലെങ്കിൽ ജനകീയ പ്രസ്ഥാനങ്ങളെ പറ്റി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിൽ 2 എണ്ണമായിരുന്നു നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത്. ഇൻ ടുഡേയ്സ് വീഡിയോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് 3 more പോപ്പുലർ മൂവ്മെൻറ്റ്സ്: ഭാരതീയ കിസാൻ യൂണിയൻ, നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം ആൻഡ് ആൻറ്റി അറക് മൂവ്മെൻറ്റ്. ഇങ്ങനെ 3 കാര്യങ്ങളെ പറ്റിയാണ് നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഭാരതീയ കിസാൻ യൂണിയൻ, BKU എന്നറിയപ്പെടുന്ന ഭാരതീയ കിസാൻ യൂണിയൻ. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, ഭാരതീയ കിസാൻ യൂണിയൻ ഇറ്റ്സ് ആൻ ഓർഗനൈസേഷൻ ഓഫ് ഫാമേഴ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കിസാൻ യൂണിയൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ കർഷകരുടെ ഒരു കൂട്ടായ്മയാണ്, ഒരു സംഘടനയാണ് ഭാരതീയ കിസാൻ യൂണിയൻ എന്ന് പറയുന്നത്. ദ ഫാമേഴ്സ് ഇൻ ഇന്ത്യ ഹാഡ് സെവറൽ കംപ്ലയിൻറ്റ്സ് എഗെയിൻസ്റ്റ് ദ ഗവൺമെൻറ് ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടീസ്. അപ്പോൾ ഗവൺമെൻറ്റിനോടും ഗവൺമെൻറ്റിൻ്റെ നയങ്ങളോടും രാഷ്ട്രീയ പാർട്ടികളുടെ നയങ്ങളോടും എല്ലാം തന്നെ പല അവസരങ്ങളിലും ഇന്ത്യയിലെ കർഷകർക്ക് എതിർപ്പും എതിരഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു. ഇൻ 1980s they organized several agitations protesting against the policies of the government. 1980-കളിൽ തന്നെ ഗവൺമെൻറ് നയങ്ങളോടെല്ലാം എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് പല പ്രക്ഷോഭങ്ങളും കർഷകർക്ക് നടത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതിൽ ഐതിഹാസികമായിട്ടുള്ള ഒരു സമരത്തിൻ്റെ കാര്യം നമുക്ക് ഇതിൽ ചർച്ച ചെയ്യാം. ഇൻ January 1988 around 20,000 farmers gathered in the city of Meerut in UP to protest against the decision of the government to increase the electricity charges. അപ്പോൾ 1988 ജനുവരിയിൽ 20,000-ഓളം കർഷകർ UPയിലെ മീററ്റ് എന്ന സ്ഥലത്ത് ഒത്തുകൂടുകയാണ്. അവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് എഗെയിൻസ്റ്റ് ദ ഡിസിഷൻ ഓഫ് ദി ഗവൺമെൻറ് ടു ഇൻക്രീസ് ദ ഇലക്ട്രിസിറ്റി ചാർജസ്. അപ്പോൾ ഇലക്ട്രിസിറ്റി ചാർജ് ഗവൺമെൻറ് വർദ്ധിപ്പിച്ചു. ആ തീരുമാനത്തിനെതിരെയായിരുന്നു ഇവരുടെ പ്രക്ഷോഭം എന്ന് പറയുന്നത്. ദ ഫാമേഴ്സ് റിമെയിൻഡ് ദെയർ ഫോർ 3 weeks ഔട്ട്സൈഡ് ദ ഓഫീസ് ഓഫ് ഡിസ്ട്രിക്ട് കളക്ടർ അൺടിൽ ദർ ഡിമാൻഡ്സ് വെർ ഫുൾഫിൽഡ്. അപ്പോൾ ഇത് ഒരു ഐതിഹാസികമായ സമരമാകുന്നത് ഈ 20,000-ഓളം കർഷകർ gathered there and remained there for 3 weeks, 3 ആഴ്ച കാലത്തോളം അവിടെ അവർ തമ്പടിക്കുകയാണ് ഉണ്ടായത്. ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ ഓഫീസ് വളഞ്ഞുകൊണ്ട് അവരവിടെ തമ്പടിക്കുകയാണ് ഉണ്ടായത്. അവരവരുടെ ഡിമാൻഡുകൾ അംഗീകരിച്ച ശേഷമാണ് സത്യത്തിൽ പിൻവലിയുന്നത്. ഇനി ഈ ഇവൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്, ഈവൻ ദോ 20,000 persons gathered and they remained there for 3 weeks, the struggle or the agitation was a peaceful one and the agitation was a disciplined one. അപ്പോൾ 20,000-ഓളം ആൾക്കാർ 3 ആഴ്ച കാലത്തോളം തമ്പടിച്ചുവെങ്കിലും അവരുടെ ആ പോരാട്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രക്ഷോഭം എന്ന് പറയുന്നത് സമാധാനപരമായിരുന്നു, ഡിസിപ്ലിൻഡ്, അച്ചടക്കത്തോടു കൂടിയുള്ളത് ആയിരുന്നു. ദിസ് അജിറ്റേഷൻ ഷോഡ് ദ സ്ട്രെങ്ത് ഓഫ് ദി വില്ലേജ് ഫാമേഴ്സ്. സത്യത്തിൽ ഗ്രാമീണ കർഷകരുടെ ഒരു ശക്തിയായിരുന്നു ഈ ഒരു പോരാട്ടത്തിലൂടെ വെളിപ്പെട്ടത്. ദിസ് അജിറ്റേഷൻ വാസ് ഓർഗനൈസ്ഡ് ബൈ ദ BKU. ഈ സംഘടന, ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനമായിരുന്നു BKU, അല്ലെങ്കിൽ ഭാരതീയ കിസാൻ യൂണിയൻ എന്ന് പറയുന്നത്. BKU വാസ് ആൻ ഓർഗനൈസേഷൻ ഓഫ് ഫാമേഴ്സ് ഫ്രം വെസ്റ്റേൺ UP ആൻഡ് ഹരിയാന. അപ്പോൾ വെസ്റ്റേൺ യുപിയിലെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലെയും ഹരിയാനയിലെയും എല്ലാം കർഷകരുടെ ഒരു സംഘടനയായിരുന്നു BKU എന്ന് പറയുന്നത്. ഇനി ലെറ്റ്സ് ഡിസ്കസ് സം ഓഫ് ദി ഡിമാൻഡ്സ് ഓഫ് BKU. BKUവിൻ്റെ ചില ഡിമാൻഡുകളെ പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഹയർ ഫ്ലോർ പ്രൈസസ് ഫോർ അഗ്രികൾച്ചർ പ്രോഡക്ട്സ്. ദേ ഡിമാൻഡ് ഹയർ ഫ്ലോർ പ്രൈസസ് ഫോർ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്. അപ്പോൾ കാർഷിക വിളകൾക്ക് നല്ല തറവില നിശ്ചയിക്കണം എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത്. അടുത്ത ഡിമാൻഡ് അബോളിഷൻ ഓഫ് റെസ്ട്രിക്ഷൻ ഓൺ ദ ഇൻറ്റർസ്റ്റേറ്റ് മൂവ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ്. കാർഷിക വിഭവങ്ങൾ ഇതര സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നിയന്ത്രണം എടുത്തു കളയണം എന്നുള്ളതായിരുന്നു മറ്റൊരു ഡിമാൻഡ്.
അടുത്ത ഡിമാൻഡ് ദ ഗ്യാരണ്ടീഡ് സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റി അറ്റ് റീസണബിൾ റേറ്റ്സ്. അപ്പോൾ വൈദ്യുതി ഗവൺമെൻറ് മിതമായ നിരക്കിൽ കർഷകർക്ക് നൽകണമെന്നുള്ളതായിരുന്നു അടുത്ത ഡിമാൻഡ്. വേവിങ് ഓഫ് അഗ്രികൾച്ചറൽ ലോൺസ്, മറ്റൊരു ഡിമാൻഡ് എന്ന് പറയുന്നത് കാർഷിക ലോണുകൾ, വായ്പകൾ എഴുതിത്തള്ളുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് ഗവൺമെൻറ് പെൻഷൻ ഫോർ ഫാമേഴ്സ്, ഗവൺമെൻറ് കർഷകർക്ക് പെൻഷൻ നൽകുക എന്നുള്ളതായിരുന്നു ഇവരുടെ മറ്റൊരു ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓൾ ദീസ് ആർ ദ പിക്ചേഴ്സ് ഓഫ് വേരിയസ് സ്ട്രഗിൾസ് പെർഫോംഡ് ബൈ ദ ഫാമേഴ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലെ കർഷകർ നടത്തിയ വിവിധ പോരാട്ടങ്ങളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ അതിലൊരു ദൃശ്യം തക്കാളി കർഷകർ, അവർ തക്കാളിക്ക് വിലയൊന്നും ഇല്ലാതായപ്പോൾ തക്കാളിയൊക്കെ എടുത്ത് റോഡിലേക്ക് നിരത്തിയിട്ട് സമരം നടത്തുന്ന ദൃശ്യമാണിത്. ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം വിറ്റ്നസ്ഡ് മെനി ഫാമേഴ്സ് അജിറ്റേഷൻസ്, ഫാർമേഴ്സിൻ്റെ അല്ലെങ്കിൽ കർഷകരുടെ പ്രക്ഷോഭങ്ങൾ ഒരുപാട് സാക്ഷ്യം വഹിച്ച ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. ഈ അടുത്ത സമയത്ത് തന്നെ കർഷകരുടെ ലോങ് മാർച്ച് എന്നറിയപ്പെടുന്ന വിധത്തിൽ വലിയ ഒരു പ്രക്ഷോഭം തന്നെ ഇന്ത്യ കാണുകയുണ്ടായി. ഇന്നും കർഷകർ ഇന്ത്യയിൽ അശാന്തി അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ്. സത്യത്തിൽ ഒരുപാട് പോരാട്ടങ്ങൾ ഇന്നും നിലവിലിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് പറയുന്നത്, കർഷകരുടെ നേതൃത്വത്തിലുള്ള. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് BKU, BKUവിൻ്റെ സ്വഭാവ സവിശേഷതകളിലേക്ക് നമുക്ക് കിടക്കാം. BKU അഡോപ്റ്റഡ് വേരിയസ് മെത്തേഡ്സ് ഓഫ് അജിറ്റേഷൻസ് വിച്ച് ഇൻക്ലൂഡ് റാലീസ്, ഡെമോൺസ്ട്രേഷൻസ്, സിറ്റ്-ഇൻസ് ആൻഡ് കോർട്ടിംഗ് ഇംപ്രിസൺമെൻറ്റ്. അപ്പോൾ ഇവർ പല രീതിയിലുള്ള സമരമാർഗ്ഗങ്ങൾ സ്വീകരിക്കാറുണ്ട്. റാലികൾ നടത്താറുണ്ട്, ഡെമോൺസ്ട്രേഷൻ പ്രകടനങ്ങളൊക്കെ നടത്താറുണ്ട്, സിറ്റ്-ഇൻസ് കുത്തിരിപ്പ് സമരം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സമരം നടത്താറുണ്ട്, ആൻഡ് കോർട്ടിംഗ് ഇംപ്രിസൺമെൻറ്റ് ജയിൽ നിറയ്ക്കൽ സമരമെന്നോ അല്ലെങ്കിൽ അറസ്റ്റ് വരിക്കൽ സമരമെന്നോ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സമരങ്ങൾ നടത്താറുണ്ട്. BKU യൂസ്ഡ് കാസ്റ്റ് ലിങ്കേജസ് ഓഫ് ഫാമേഴ്സ് സിൻസ് മോസ്റ്റ് ഓഫ് ദി മെമ്പേഴ്സ് ബിലോങ് ടു എ സിംഗിൾ കമ്മ്യൂണിറ്റി. ഈ BKUയിലുള്ള മിക്കവാറുമുള്ള അംഗങ്ങൾ അല്ലെങ്കിൽ ഭൂരിപക്ഷ അംഗങ്ങളും ഒരു സമുദായത്തിൽ നിന്നുള്ളവരായതുകൊണ്ട് തന്നെ ആ സമുദായത്തിൻ്റെ ഒരു സപ്പോർട്ട് കൂടി അല്ലെങ്കിൽ പിന്തുണ കൂടി ഈ സമരങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് BKU ശ്രമിക്കാറുണ്ട്. ദ ഫണ്ട്സ്, റിസോഴ്സസ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് BKU വെയർ മൊബിലൈസ്ഡ് ത്രൂ ദ ക്ലാൻ നെറ്റ്വർക്ക്സ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഗോത്രത്തിൻ്റെയോ അല്ലെങ്കിൽ വംശത്തിൻ്റെയോ ഒക്കെ ആ ഒരു ചെയിൻ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ ഫണ്ട് കളക്ട് ചെയ്യാറുണ്ട്. ദ ഓർഗനൈസേഷൻ സക്സീഡഡ് ഇൻ ഫോഴ്സിങ് ദ ഗവൺമെൻറ് ടു അപ്രൂവ് സം ഓഫ് ദെയർ ഡിമാൻഡ്സ്. ഈ ഇവരുടെ പോരാട്ടങ്ങൾ പലതും വിജയത്തിലാണ് കലാശിക്കാറുള്ളത്. അപ്പോൾ ഗവൺമെൻറ് ഇവരുടെ ഡിമാൻഡുകൾ പലതും അംഗീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇൻ ദിസ് വേ ഇറ്റ് ബിക്കെയിം വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ മൂവ്മെൻറ്റ്സ് ഇൻ 1980s. അതുകൊണ്ട് തന്നെ 1980കളിലെ ഒരു വിജയപ്രദമായ രീതിയിൽ പോരാട്ടം നടത്തുന്ന ഒരു സംഘടനയാണ് BKU എന്ന് പറയുന്നത്. ഫോളോയിങ് ദ പാത്ത് ഓഫ് BKU മെനി ഫാമർ ഓർഗനൈസേഷൻ സ്റ്റാർട്ടഡ് ആൻഡ് ഫങ്ഷനിങ് സക്സസ്ഫുള്ളി ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ ഈ BKUവിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് അനവധി കർഷക സംഘടനകൾ പിന്നീട് രൂപം കൊണ്ടിട്ടുണ്ട്. മഹേന്ദ്ര സിംഗ് ടിക്കായത്ത് ആൻഡ് യുദ്ധവീർ സിംഗ് വേർ ദ പ്രോമിനൻറ്റ് ലീഡേഴ്സ് ഓഫ് BKU. മഹേന്ദ്ര സിംഗ് ടിക്കായത്ത് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തെ ഒരു സമരമുഖത്ത് നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ അത് പ്രതിരോധിക്കുന്ന രീതിയാണ് നമ്മൾ ഈ കാണുന്നത്. മഹേന്ദ്ര സിംഗ് ടിക്കായത്ത്, യുദ്ധവീർ സിംഗ്, ഇവരൊക്കെയാണ് ഈ BKUവിൻ്റെ നേതാക്കന്മാരെന്ന് പറയുന്നത്. ഇനി BKU ആൻഡ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ലോക വ്യാപാര സംഘടനയുടെ നയങ്ങളോടുള്ള BKUവിൻ്റെ പ്രതികരണമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. BKU ഡിമാൻഡഡ് ദാറ്റ് അഗ്രികൾച്ചർ ഷുഡ് ബി മെയ്ഡ് ഔട്ട് ഓഫ് ദ പർവ്യൂ ഓഫ് WTO അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ലോക വ്യാപാര സംഘടനയുടെ പരിധിയിൽ നിന്ന് കൃഷിയെ മാറ്റി നിർത്തണം എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇൻ ദ മീറ്റിംഗ് ഹെൽഡ് ഇൻ ഹോങ്കോങ് ഇൻ 2005, BKU വാൺഡ് അബൌട്ട് ദ ഇംപെൻഡിങ് ഡേഞ്ചർ ഇഫ് ഇന്ത്യ ആക്സെപ്റ്റ്സ് ദ കണ്ടീഷൻസ് ഓഫ് WTO. 2005 തന്നെ ഹോങ്കോങ്ങിൽ നടന്ന മീറ്റിങ്ങിൽ BKU ഇന്ത്യ WTOയുടെ അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ലോക വ്യാപാര സംഘടനയുടെ നയങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിലുണ്ടാകാൻ പോകുന്ന അവസ്ഥാവിശേഷങ്ങളുടെ അല്ലെങ്കിൽ ഭീഷണികളുടെ വിവരം ഇവർ പറയുകയുണ്ടായി. BKU warned that if agriculture is not taken away from the purview of WTO, there will be social and economic rebellion in the country. ഒരു ഫാർ-സൈറ്റഡ് നേച്ചറിലാണ് അല്ലെങ്കിൽ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയാണ് സത്യത്തിൽ BKU അന്ന് സംസാരിച്ചിരിക്കുന്നത്. BKU പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ WTOയുടെ കാര്യങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ WTOയുടെ പർവ്യൂവിൽ അല്ലെങ്കിൽ WTOയുടെ നയങ്ങളിൽ അഗ്രികൾച്ചർ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇന്ത്യ സത്യത്തിൽ ശക്തമായ സാമൂഹ്യ സാമ്പത്തിക റെബലിയൻ അല്ലെങ്കിൽ വിപ്ലവങ്ങൾക്ക് കാരണമാകും ഇന്ത്യയിൽ എന്ന് BKU പറയുകയുണ്ടായി. ഈ കാണുന്ന കർഷക അജിറ്റേഷനുകളെല്ലാം സത്യത്തിൽ ഈ ഒരു പ്രതിഷേധത്തിൻ്റെ സൂചനകളാണ്. ഇങ്ങനെയാണ് BKUവിൻ്റെ ഒരു നിലപാട് അല്ലെങ്കിൽ നയം എന്ന് പറയുന്നത്.
WTO ഔട്ട് ഓഫ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് BKU സമരമുഖത്ത് അണിനിരക്കുന്ന ചിത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി അടുത്ത പോപ്പുലർ മൂവ്മെൻറ്റിലേക്ക് നമുക്ക് കടക്കാം. നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം. ഫിഷ് വർക്കേഴ്സ് ഫോറം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങൾ വ്യക്തമാണ്. കാരണം ഇത് ഇന്ത്യയിലുള്ള മത്സ്യബന്ധന തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്ഥാനമാണ്. ദ ഫിഷർമെൻ ഇൻ ഇന്ത്യ ആർ ദ സെക്കൻഡ് ലാർജസ്റ്റ് ഫിഷിംഗ് പോപ്പുലേഷൻ ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ രണ്ടാമത്തെ മത്സ്യബന്ധന സമൂഹമാണ്, ഏറ്റവും വലിയ മത്സ്യബന്ധന സമൂഹമാണ് ഇന്ത്യയിലേത് എന്നാണ് പറയപ്പെടുന്നത്. പെർമിഷൻ ഗിവൺ ബൈ ദ ഗവൺമെൻറ് ടു മെക്കനൈസ്ഡ് ബോട്ട്സ് ഫോർ ട്രോളിംഗ് ത്രട്ടൺ ദ വെരി ലൈഫ് ഓഫ് ഫിഷർമെൻ. അപ്പോൾ ഗവൺമെൻറ് ഈ മെഷീൻ ഘടിപ്പിച്ച ബോട്ടുകൾക്ക് ട്രോളിംഗ് നടത്തുന്നതിന് അല്ലെങ്കിൽ മത്സ്യബന്ധനം, ആഴക്കടൽ മത്സ്യബന്ധനമൊക്കെ നടത്തുന്നതിന് അനുമതി നൽകിയത് സത്യത്തിൽ ഇന്ത്യയിലെ സാധാരണ മത്സ്യബന്ധന തൊഴിലാളികളുടെ ജീവിതത്തിന് വലിയ ഭീഷണി ആയിട്ടുണ്ട്, അവരുടെ തൊഴിലിനും വലിയ ഭീഷണി ആയിട്ടുണ്ട്. ഇൻ 1970s and 1980s, regional organizations of fishermen organized strong agitations against the policy of government. 1970കളിലും 80കളിലും തന്നെ മത്സ്യബന്ധന തൊഴിലാളികളുടെ പ്രാദേശിക സംഘടനകൾ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരെയെല്ലാം പോരാടാൻ ആരംഭിച്ചിരുന്നു. ബൈ ദ mid-80s, the fishermen formed a national organization called NFF, അല്ലെങ്കിൽ നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം. 1980കളുടെ മധ്യത്തിലാണ് NFF അല്ലെങ്കിൽ നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം എന്ന സംഘടന രൂപീകരിക്കപ്പെടുന്നത്. In 1991, the government adopted the policy of granting permission to large-scale companies to make deep-sea fishing. 1991 അതിൻ്റെ ആ വർഷത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. In that year, India adopted ന്യൂ എക്കണോമിക് പോളിസി. ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ച വർഷമായിരുന്നു 1991 എന്ന് പറയുന്നത്. അപ്പോൾ ഈ വർഷം ഗവൺമെൻറ് അഡോപ്റ്റഡ് ദ പോളിസി ഓഫ് ഗ്രാൻഡിങ് പെർമിഷൻ ടു ലാർജ് സ്കെയിൽ കമ്പനീസ് ടു മേക്ക് ഡീപ് സീ ഫിഷിംഗ്. അപ്പോൾ ആഴക്കടൽ മത്സ്യബന്ധനം നടത്തുന്നതിന് വേണ്ടിയിട്ട് വൻകിട കമ്പനികൾക്ക് ഗവൺമെൻറ് അനുമതി കൊടുത്തു. അത് ഒരു വലിയ പ്രക്ഷോഭത്തിലാണ് അവസാനിക്കുന്നത്. ദ NFF ഫൗട്ട് ലീഗൽ ബാറ്റിൽസ് അഗെയിൻസ്റ്റ് ദിസ് ഡിസിഷൻ സക്സസ്ഫുള്ളി. അപ്പോൾ വളരെ വിജയകരമായ രീതിയിൽ NFF ഈ ഒരു നയത്തിനെതിരെ നിയമയുദ്ധം നടത്തുകയും വിജയിക്കുകയും ചെയ്തു. ഇൻ ജൂലൈ 2002, ദ NFF കോൾഡ് ഫോർ എ നേഷൻ വൈഡ് സ്ട്രൈക്ക് പ്രൊട്ടസ്റ്റിംഗ് അഗെയിൻസ്റ്റ് ദ ഡിസിഷൻ ഓഫ് ഗവൺമെൻറ് ടു ഗീവ് ലൈസൻസ് ടു ഫോറിൻ ബോട്ട്സ്. മാത്രമല്ല 2002 വിദേശ ബോട്ടുകൾക്ക് ഇന്ത്യയിൽ സമുദ്ര തടത്തിൽ മത്സ്യബന്ധനം നടത്താൻ അനുമതി കൊടുത്തതിനെതിരെ ഇവർ മൊത്തം വ്യാപിച്ചു നിൽക്കുന്ന രീതിയിൽ സമരം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. The NFF joined hands with other organizations for protecting ecology and the life of fishermen. മറ്റ് സംഘടനകളുമായിട്ട് കൂടി ചേർന്ന് കർഷകരുടെ മത്സ്യബന്ധന തൊഴിലാളികളുടെ ജീവിതത്തിൽ ഉന്നമനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും എല്ലാം NFF ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇനി അടുത്ത നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ടോപ്പിക്കാണ് ആൻറ്റി അറക് മൂവ്മെൻറ്റ്, ചാരായ വിരുദ്ധ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ആൻറ്റി അറക് മൂവ്മെൻറ്റ് ലോകശ്രദ്ധ ആകർഷിച്ച ഒരു പ്രസ്ഥാനമാണിത്. ഇൻ 1990s, in the rural areas of Andhra Pradesh, there started a movement of women demanding a ban on the sale of alcohol in their neighborhoods. അപ്പോൾ 1990കളിൽ ആന്ധ്രാപ്രദേശിലാണ് സത്യത്തിൽ ഇങ്ങനെയൊരു പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഇത് മുൻകൈ എടുത്തത് സ്ത്രീകളായിരുന്നു. വിമൻ ഡിമാൻഡിങ് എ ബാൻ ഓൺ ദ സെയിൽ ഓഫ് ആൽക്കഹോൾ ഇൻ ദെയർ നെയ്ബർഹുഡ്സ്. അപ്പോൾ അവരുടെ പ്രദേശങ്ങളിലും അവരുടെ അടുത്തുള്ള പ്രദേശങ്ങളിലും എല്ലാം ഈ ചാരായം വിൽക്കുന്നത് നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്ത്രീകൾ മുന്നിട്ടിറങ്ങിയ ഒരു പ്രസ്ഥാനമായിരുന്നു ആൻറ്റി അറക് മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. In 1992, women in Gundalur village assembled to stop the sale of arak. 1992 ഗുണ്ടലൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ സ്ത്രീകൾ അവിടുത്തെ ചാരായം വിൽപ്പന അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുകയാണ്. They turned back the jeep which was bringing arak. അപ്പോൾ ചാരായം കൊണ്ടുവരുന്നതിന് മുതലാളിമാർ ഉപയോഗിക്കുന്ന ജീപ്പ് ഇവർ തടയുകയും അതിനെ തിരിച്ചു വിടുകയും ചെയ്തു. The contractor tried to restart the sale of arak with the help of ഗൂണ്ടാസ് ആൻഡ് പോലീസ്. അപ്പോൾ ഗൂണ്ടകളുടെയും പോലീസിൻ്റെയും എല്ലാം സഹായത്തോടു കൂടി വീണ്ടും ഇവർ ജീപ്പിലൊക്കെ വരികയും ചാരായ വിൽപ്പന പുനരാരംഭിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. ബട്ട് ദേ ഫെയിൽഡ് ബിഫോർ ദ ഫേം ഡിറ്റർമിനേഷൻ ഓഫ് വിമൻ. എന്നാൽ സ്ത്രീകളുടെ ആ ഒരു ഇച്ഛാശക്തിക്ക് മുൻപിൽ ഇവർക്ക് പരാജയപ്പെടുകയേ വഴിയുണ്ടായിരുന്നുള്ളൂ. സ്ത്രീകളെ ആക്രമിക്കാനൊക്കെ ഇവർ മുതിർന്നെങ്കിലും സ്ത്രീകളുടെ പ്രതിഷേധത്തിന് മുന്നിൽ അവർക്ക് പരാജയപ്പെട്ട് പിന്മാറാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ.
ലേറ്റർ ദ ഗൂണ്ടാസ് ബ്രൂട്ടലി അറ്റാക്ക് ദ വുമൻ. സ്ത്രീകളെ ഇവർ ആക്രമിക്കുന്നുണ്ട് ഭീകരമായ രീതിയിൽ. ബട്ട് ദ യുണൈറ്റഡ് റെസിസ്റ്റൻസ് ഓഫ് വിമൻ ഫോഴ്സ്ഡ് ദം ടു റിട്രീറ്റ്. എന്നാൽ ആ സ്ത്രീകളുടെ കൂട്ടുചേർന്നുള്ള പ്രതിഷേധം ഇവരെ പിന്തിരിയാൻ നിർബന്ധിക്കുകയാണ്. വിമൻ ഡിസ്ട്രോയ്ഡ് ദ ജീപ്സ് ക്യാരിങ് അരക്ക്. അപ്പോൾ പിന്നീട് സ്ത്രീകൾ ഈ ജീപ്പ് ആക്രമിക്കുകയും അത് നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ദീസ് ഫൈറ്റ്സ് ആൻഡ് അജിറ്റേഷൻസ് ഗേവ് ഷേപ്പ് ടു ദ ആൻറ്റി അറക് മൂവ്മെൻറ്റ് ഇൻ ആന്ധ്രാപ്രദേശ്. ഇതാണ് സത്യത്തിൽ ആൻറ്റി അറക് മൂവ്മെൻറ്റിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. ദ ആൻറ്റി അറക് മൂവ്മെൻറ്റ് ബിഗാൻ ഇൻ എ വില്ലേജ് ഇൻ ധൂപഗുണ്ട ഇൻ നെല്ലൂർ ഡിസ്ട്രിക്ട് ഓഫ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലെ ധൂപഗുണ്ടയിലെ നെല്ലൂർ ഡിസ്ട്രിക്റ്റിലാണ് സത്യത്തിൽ ആൻറ്റി അറക് മൂവ്മെൻറ്റിൻ്റെ ആരംഭം എന്ന് പറയുന്നത്. ആന്ധ്രാപ്രദേശിലായിരുന്നു അതിൻ്റെ ആരംഭം. ആൽക്കഹോളിസം വാസ് ഡീപ്പ് റൂട്ടഡ് എമംഗ് ദ വില്ലേജേഴ്സ് ആൻഡ് ഇറ്റ് വാസ് റൂയിനിങ് ദർ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത്. അപ്പോൾ ഈ ആൽക്കഹോളിസം അല്ലെങ്കിൽ മദ്യപാനം എന്ന് പറയുന്ന ശീലം അവിടുത്തെ ഗ്രാമവാസികളുടെ സ്വഭാവത്തിൽ അലിഞ്ഞു ചേരുകയും അവരുടെ ആരോഗ്യത്തെയും അതേപോലെ ശാരീരിക ആരോഗ്യത്തെയും മാനസികാരോഗ്യത്തെയും എല്ലാം കാര്യമായ രീതിയിൽ ബാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആൽക്കഹോളിസം എമംഗ് ദ വില്ലേജസ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ദ ഇക്കോണമി. അവിടുത്തെ സാമ്പത്തിക ഭദ്രതയെപ്പോലും ഈ മദ്യപാനം എന്ന ശീലം ബാധിക്കുകയുണ്ടായി. ഇനി അത് ആൽക്കഹോളിസത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്കൊന്ന് നോക്കാം. വിമൻ വേർ ദ വേഴ്സ്റ്റ് സഫറേഴ്സ് ഓഫ് ആൽക്കഹോളിസം. എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. പുരുഷന്മാർ മദ്യപാനികളായിട്ടുള്ള ആയാലും സ്ത്രീകളെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. വിമൻ വേർ ദ വേഴ്സ്റ്റ് സഫറേഴ്സ് ഓഫ് ആൽക്കഹോളിസം. ആൽക്കഹോളിസം ലെഡ് ടു ദ ബ്രേക്കിംഗ് അപ്പ് ഓഫ് ഫാമിലി റിലേഷൻഷിപ്പ്. കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയ്ക്ക് വഴിതെളിക്കാൻ ഏറ്റവും കൂടുതൽ കാരണമാകുന്ന ഒന്നാണ് ആൽക്കഹോളിസം അല്ലെങ്കിൽ മദ്യപാന ശീലം എന്ന് പറയുന്നത്. ആൽക്കഹോളിസം റൂയിൻഡ് ദ ബ്രൈറ്റ് ഫ്യൂച്ചർ ഓഫ് സെവറൽ ചിൽഡ്രൻ. നിരവധി കുട്ടികളുടെ ഭാവിയെ അല്ലെങ്കിൽ സദ്ഭാവിയെ, നല്ല ഭാവിയെ തെറ്റായ രീതിയിൽ ബാധിച്ചിട്ടുള്ള ഒന്നാണ് ആൽക്കഹോളിസം എന്ന് പറയുന്നത്. ആൽക്കഹോളിസം റിസൾട്ടഡ് ഇൻ ദ കൊളാപ്സ് ഓഫ് ഫാമിലി റിലേഷൻഷിപ്പ് ആൻഡ് ഫാമിലി ബജറ്റ്. ഫാമിലിയുടെ കുടുംബ ബന്ധങ്ങളിലും അതോടൊപ്പം തന്നെ കുടുംബ ബജറ്റുകളും എല്ലാം തകിടം മറിക്കാനായിട്ട് മാത്രമേ ഈ ആൽക്കഹോളിസം എന്ന് പറയുന്ന ശീലം ഉപകരിച്ചിട്ടുള്ളൂ. ഇൻക്രീസിങ് കൺസംഷൻ ഓഫ് ലിക്കർ പുട്ട് സെവറൽ ഫാമിലീസ് ഇൻ ഡെറ്റ്. മാത്രമല്ല മദ്യപാനം ശീലം നിരവധി കുടുംബങ്ങളെ കടക്കണിയിൽ ആഴ്ത്തിയിട്ടും ഉണ്ട്. ആൽക്കഹോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഇഫക്റ്റുകളെ പറ്റിയാണുള്ള ഒരു ചിത്രമാണിത്. വിമൻ ഇൻ നെല്ലൂർ ഡിസ്ട്രിക്ട് ഫോഴ്സ് ദ ലിക്കർ ഷോപ്സ് ടു ക്ലോസ് ഡൗൺ. മാത്രമല്ല നെല്ലൂർ ജില്ലയിലെ സ്ത്രീകൾ വീണ്ടും മുന്നിട്ടിറങ്ങുകയാണ്. ആ പ്രദേശത്തെ ലിക്കർ ഷോപ്പുകളെല്ലാം അടച്ചുപൂട്ടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ഇൻസ്പയർഡ് ബൈ ദിസ് വിമൻ ഇൻ അബൌട്ട് 5,000 വില്ലേജസ് അസംബിൾ ഫോർ ഇംപ്ലിമെൻറ്റിംഗ് ടോട്ടൽ പ്രൊഹിബിഷൻ ഓഫ് ദ സെയിൽ ഓഫ് അരക്ക്. ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഏതാണ്ട് 50,000-ഓളം ഗ്രാമങ്ങളിലുള്ള സ്ത്രീകൾ മുമ്പിട്ട് വരികയാണ്. അവിടുത്തെ ഏരിയയിലുള്ള ചാരായ വിൽപ്പന കൂടി ഇല്ലാതാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. ദിസ് മൂവ്മെൻറ്റ് ഇൻ നെല്ലൂർ ഗ്രാജുവലി സ്പ്രെഡ് ടു അതർ പാർട്സ് ഓഫ് ദി സ്റ്റേറ്റ്. ഈ ഒരു പോരാട്ടം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൂടി വ്യാപിക്കപ്പെടുകയാണ്. ലിങ്കേജസ് വിത്ത് അതർ ഇഷ്യൂസ്. ഈ ആൻറ്റി അറക് മൂവ്മെൻറ്റ് ചാരായ വിരുദ്ധത എന്നുള്ളതിൽ മാത്രമല്ല ഒതുങ്ങി നിന്നത്, മറ്റ് ചില സാമൂഹ്യ വിഷയങ്ങളെ കൂടി അത് ഉൾക്കൊണ്ടു. അതിൽ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇൻ ദ അറക് ബിസിനസ് ദർ വാസ് ക്ലോസ് ലിങ്ക് ബിറ്റ്വീൻ പൊളിറ്റിക്സ് ആൻഡ് ക്രൈം. സത്യത്തിൽ ഈ ചാരായ ബിസിനസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചാരായ വ്യാപാരം എന്ന് പറയുന്നതിൽ ദർ ഇസ് ക്ലോസ് ലിങ്ക് ബിറ്റ്വീൻ പൊളിറ്റിക്സ് ആൻഡ് ക്രൈം. രാഷ്ട്രീയക്കാരും ക്രിമിനൽസും തമ്മിലുള്ള ഒരു ബന്ധം പോലും അതിൻ്റെ അത് ഉണ്ടായിരുന്നു. ഗവൺമെൻറ് വാസ് ഗെറ്റിംഗ് ടാക്സ് ഫ്രം ദ സെയിൽ ഓഫ് അറക്. സോ ദേ വർ നോട്ട് റെഡി ടു ബാൻ ദ സെയിൽ ഓഫ് അരക്. ഗവൺമെൻറ്റിന് സാധാരണഗതിയിൽ ചാരായ വിൽപ്പനയിൽ നിന്ന് നല്ല ടാക്സ് ലഭിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് വാസ് നോട്ട് റെഡി ടു ബാൻ ദ സെയിൽ ഓഫ് അരക്. ചാരായത്തിൻ്റെ വിൽപ്പന നിരോധിക്കാനായിട്ട് ഗവൺമെൻറ്റിന് അത്ര വലിയ താല്പര്യം ഇല്ലായിരുന്നു. വിമൻ വെർ ഓൾസോ അഗെയിൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ്. അപ്പോൾ ഈ ഇതിൽ മുന്നിട്ടിറങ്ങിയ സ്ത്രീകൾ ദേ വെർ ഓൾസോ അഗെയിൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ്. ഗാർഹിക പീഡനത്തിനെതിരെ അവർ സംസാരിക്കുന്നു. അപ്പോൾ മദ്യപാനശീലം മാത്രമല്ല അല്ലെങ്കിൽ ചാരായ നിരോധനം മാത്രമല്ല അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അവർ മുമ്പോട്ട് വെച്ച മറ്റൊരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് വയലൻസ് അത് ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ഗാർഹിക പീഡനം ഇല്ലാതാക്കുക. ദ മൂവ്മെൻറ്റ് ഓൾസോ എംഫസൈസ്ഡ് ഓൺ സെക്ഷൽ വയലൻസ് ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ ഫാമിലി. കുടുംബത്തിനകത്തും കുടുംബത്തിന് പുറത്തും സ്ത്രീകൾ നേരിടുന്ന സെക്ഷൽ വയലൻസ് അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള പീഡനങ്ങൾ, അതിനെതിരെയും സ്ത്രീകൾ പ്രതികരിക്കുന്നു. ദ ഓൾസോ ഫൗട്ട് അഗെയിൻസ്റ്റ് ഡൗറി സിസ്റ്റം. മാത്രമല്ല സ്ത്രീധന സമ്പ്രദായത്തിനെതിരെയും സ്ത്രീകൾ സംഘടിക്കുന്നുണ്ട്.
they demanded, or the women demanded, equal representation for women in politics. മാത്രമല്ല സ്ത്രീകൾക്കും രാഷ്ട്രീയത്തിൽ പുരുഷന്മാരോടൊപ്പം തുല്യ പ്രാതിനിധ്യം വേണമെന്നുള്ള ഡിമാൻഡ് കൂടി സ്ത്രീകൾ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. ആസ് എ റിസൾട്ട്, റിസർവേഷൻ ടു ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ് ഹാവ് ബീൻ എസ്റ്റാബ്ലിഷ്. ഈ പോരാട്ടത്തിൻ്റെയൊക്കെ ഫലമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് റിസർവേഷൻ അല്ലെങ്കിൽ സംവരണം ഏർപ്പെടുത്തുന്നുണ്ട്. These agitations and collective activities played a prominent role in making social awareness about the problem of women. ഇങ്ങനെയുള്ള പോരാട്ടങ്ങൾ സത്യത്തിൽ സ്ത്രീകളുടെ അവസ്ഥയെപ്പറ്റിയും ഒക്കെയുള്ള ഒരു സാമൂഹ്യ ബോധം ഉണ്ടാക്കുന്നതിന് വളരെയധികം സഹായകമായിട്ടുള്ള പ്രസ്ഥാനങ്ങളായിരുന്നു ഇവയെന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. ലെറ്റ്സ് മീറ്റ് അഗൈൻ വിത്ത് അനദർ വീഡിയോ സൂൺ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. നന്ദി.